ഒരു കോമഡി മൂവി പ്രതീക്ഷ തിയേറ്ററിൽ ഇപ്പോൾ ഈ ഒരു സിനിമ കണ്ടപ്പോൾ കിട്ടിയ ഒരു ഫീൽ ഉണ്ടല്ലോ, വേറെ ലെവലായിരുന്നു. അമ്മാതിരി ഒരു കിടിലം ത്രില്ലർ മൂവിയായിരുന്നു സൂക്ഷ്മദർശിനി. എല്ലാവരും മസ്റ്റ് ആയിട്ട് ഈ സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യണം. അമ്മാതിരി ഒരു കിടിലം മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് വരെ ഉള്ള ഒരു എക്സിക്യൂഷനും പ്രസന്റേഷനും സ്റ്റോറി ടെല്ലിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഒരു ട്വിസ്റ്റും അതൊക്കെ വേറെ ലെവലായിരുന്നു. നമ്മൾ ദൃശ്യത്തിലും പിന്നെ കൃഷ്കിന്റെ കാണത്തിലൊക്കെ കണ്ട ഒരു പ്രസന്റേഷനും ഒരു സ്റ്റോറി ടെല്ലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ക്ലൈമാക്സ് പോർഷനിൽ കിട്ടിയ ഒരു ഗൂസ് പംപ്സും ഒരു ഫീൽ ഉണ്ടല്ലോ, അതേ ഫീലാണ് ഈ ഒരു സിനിമയിൽ തന്നിരിക്കുന്നത്. എൻ്റെ മൂവിയിൽ ആ ഒരു ക്യൂരിയോസിറ്റിയും അല്ലെങ്കിൽ ആ ഒരു എൻഗേജിങ് ഫീലും നിലനിർത്തി നല്ല അടിപൊളിയായിട്ട് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഈ ഒരു സിനിമയുടെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സത്യം പറഞ്ഞ സ്ക്രീൻ പ്ലേ ആണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്ന MC ജിതിൻ, ലിബിൻ ആൻഡ് അതുൽ മച്ചാമാരെ, നിങ്ങൾ പൊളിയാണ്. അത്ര കിടില സ്ക്രീൻ പ്ലേ ആണ്. നമുക്ക് ഒരു ഐഡിയ തരത്തില്ല ഈ ഒരു സിനിമ എങ്ങോട്ടാണ് പോകുന്നത്, ഇതിന്റെ സ്റ്റോറി എന്താണ് അല്ലെങ്കിൽ നടക്കുന്ന കാര്യങ്ങൾ എന്താണ്, ഒരു ഐഡിയ ഇല്ല. കിളി പറഞ്ഞിരിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞ സിനിമയുടെ ലാസ്റ്റ് ഒരു 20-25 മിനിറ്റ് നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ ഉണ്ട്. അതായത് അതുവരെ ആ ഒരു എൻഗേജിങ് ഫാക്ടർ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സീറ്റ് വെച്ച് കൊണ്ട് നിർത്തിയിട്ട് അവസാനം റിവീൽ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ വേറെ ലെവലായിട്ട് തന്നെ ഒരു സ്ക്രീൻ പ്ലേയിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറിനെയോ അല്ലെങ്കിൽ ഇതിന്റെ കോൺസെപ്റ്റിനെയോ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും പറയുന്നില്ല. സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നസീറുടെ വീടിൻ്റെ അകത്ത് പുതിയതായിട്ട് താമസം വരുന്ന ഒരാളാണ് ബേസിൽ. സോ ബേസിൽ അവിടെ വന്നതിന് ശേഷം ആ ഒരു ചുറ്റുപാടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളും ഇവന്റ്സ് ഒക്കെയാണ് സിനിമ സംസാരിക്കുന്നത്. ഈ ചുറ്റുപാടെന്ന് പറയുമ്പോൾ നമ്മൾ ഈ നോർമലായിട്ടുള്ള നാട്ടിൻപുറത്തൊക്കെ ഉള്ള ഫാമിലീസ് ഉണ്ടല്ലോ, ഒരുപാട് ഒരു അയൽക്കൂട്ടമൊക്കെ പോലെ എല്ലാ ഫാമിലീസും കണക്റ്റഡ് ആണ്. അതൊരു ന്യൂ ജനറേഷൻ അയൽക്കൂട്ടം എന്ന് വേണമെങ്കിൽ പറയാം വാട്സാപ്പിലൂടെ. അതായത് ആ ഒരു ഏരിയയിൽ എന്ത് സംഭവിച്ചാലും പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് പോലെ എല്ലാ വീട്ടിൽ എത്തിക്കോളും. സോ അങ്ങനെ ഇരിക്കുന്ന ഏരിയയിലോട്ടാണ് ബേസിൽ താമസം മാറി പോകുന്നത്. പക്ഷെ അവിടെ പോയതിനു ശേഷം ബേസിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും അടിപൊളിയായിട്ട് സംസാരിച്ച് നിൽക്കുന്ന ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈ ഒരു ക്യാരക്ടറിൽ എന്തോ കുറച്ച് പ്രശ്നങ്ങളുള്ളതായിട്ട് നമുക്ക് തോന്നും, നസ്രിയയ്ക്ക് തോന്നും. ഈ ഒരു എൻ്റയർ മൂവി ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ ഒരു സിനിമയുടെ ഫുൾ നരേഷനും കൊണ്ടുവന്ന നസ്രിയാണ്. നസ്രിയ വേറെ ലെവലായിട്ട് തന്നെ ഒരു ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ റീസെന്റ് വന്ന ഇന്റർവ്യൂസിൽ പോലും നസ്രിയുടെ വീഡിയോ കണ്ടിട്ട് ഒരുപാട് ഒരു കമന്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെയൊക്കെ പെർഫെക്റ്റ് ആൻസർ പുള്ളിക്കാരി സിനിമയിലൂടെ തന്നിട്ടുണ്ട്. 4 വർഷം കഴിഞ്ഞ് ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ സിനിമ ചുമ്മാ അങ്ങ് ആവത്തില്ല. അമ്മാതിരി ലെവലായിട്ടാണ് പുള്ളിക്കാരി ഈ ഒരു സിനിമയിലെ ക്യാരക്ടറിനെ പ്രസന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സിനിമയിലുള്ള മറ്റുള്ള എല്ലാ ക്യാരക്ടേഴ്സായാലും ബേസിലായാലും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ടെറൈനിലുള്ള മറ്റുള്ള ഫാമിലീസ് ആയാലും അവിടുത്തെ ക്യാരക്ടർ പ്രസന്റേഷൻ എല്ലാവരും അടിപൊളിയാണ്. ആൻഡ് ഈ ഒരു ഫാമിലീസിന്റെ ടെറൈൻ അല്ലെങ്കിൽ ഈ ഒരു ഫാമിലീസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു വേൾഡ് പോലെയാണ്. അതായത് ആ ഒരു ചെറിയൊരു പ്ലേസിൻ്റെ അകത്ത് ഒരുപാട് ഫാമിലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും പരസ്പരം അറിയാം. ആൻഡ് അവിടെ ഒരു കാര്യം നടക്കുമ്പോൾ പെട്ടെന്ന് ഫ്ലാഷ് ന്യൂസ് ആവുകയും ചെയ്യും. സോ ഇങ്ങനത്തെ ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഈ ഒരു പണ്ടത്തെ ഈ അയൽക്കൂട്ടം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാവരും പരസ്പരം നെയ്ബേഴ്സിൻ്റെ അടുത്ത് കാര്യം പറയുന്നതും ഷെയർ ചെയ്യുന്നതും, സോ അങ്ങനത്തെ ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, ആ ഒരു സ്ട്രക്ചറിനെ ഈ ഒരു സിനിമയിലെ കോണ്ടന്റുമായിട്ട് നല്ല രീതിക്ക് തന്നെ ബ്ലെൻഡ് ചെയ്ത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയും ഡയറക്ഷനും തന്നെയാണ്. അടിപൊളി എന്നൊക്കെ പറഞ്ഞ് ഓരോ സീനിന്റെ എക്സിക്യൂഷനും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ലാഗ് അടിക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോലും ഓക്കെ ഇത് വർക്കായില്ല, ഇത് കുറച്ചുകൂടി ബെറ്റർ ആക്കാം, അങ്ങനെ ഒന്നും തോന്നിയില്ല. ക്യാരക്ടേഴ്സ് പോലും അത്ര പെർഫെക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമയുടെ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്ന ആ ഒരു ടെറൈനിനകത്തുള്ള ഫാമിലീസും അവിടുത്തെ ക്യാരക്ടേഴ്സും അല്ലെങ്കിൽ ബേസിന്റെ ആയാലും നസ്രിയായാലും, സോ ഇങ്ങനത്തെ ഒരുപാട് ക്യാരക്ടേഴ്സും ഒരുപാട് ഫാമിലീസ് ആയിട്ട് നമുക്ക് ഒരു കണക്ഷൻ ബിൽഡ് ചെയ്യും. സോ പിന്നീട് അവിടെ ഒരു ഇമോഷണൽ കണക്ട് ആയിട്ട് ഒരു പോക്കുണ്ട് മാൻ. സിനിമയുടെ അവസാനം വരെ ഒരു എൻഗേജിങ് ഫാക്ടർ നിലനിർത്തി നല്ല കിടിലുമായിട്ടാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതും ആ ഒരു സീറ്റഡ് ത്രില്ലറിലൊക്കെ വരുന്ന ഒരുപാട് സീക്വൻസ് ഈ സിനിമയിലുണ്ട്. അതായത് ചില ഏരിയാസിൽ നമുക്ക് ഭയങ്കര ടെൻഷൻ ആവും. അതായത് എന്ത് നടക്കും, ഇനി എങ്ങോട്ടാണ് ഇത് പോകുന്നത്, അങ്ങനെയൊക്കെ അടിപൊളിയായിട്ട് ഒരു പീക്ക് ലെവലിൽ കൊണ്ട് എത്തിക്കുന്ന ഒരുപാട് സീക്വൻസ് ഈ സിനിമയിലുണ്ട്. ആൻഡ് സിനിമയിലെ ഒരു സെക്കൻഡ് ഹാഫ് ഉണ്ടല്ലോ മാൻ, ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് അവർ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഒരു തരത്തിൽ നമുക്ക് ഒരു ഐഡിയയും എന്താണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നമ്മൾ ചില പോർഷൻസിൽ നമ്മളൊന്ന് പ്രെഡിക്റ്റ് ചെയ്യും, ഓക്കെ ഇതാണ് കാര്യം, അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവയ്ക്കും. അതായത് നമ്മൾ എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത് അതിനെ അടുത്ത സീരിയൽ തന്നെ ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന് സിനിമയുടെ അവസാനത്തെ ഒരു അരമണിക്കൂറുള്ള ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ എക്സിക്യൂഷൻ ഉണ്ടല്ലോ, വേറെ ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അതുവരെ എന്താണ് കണ്ടത് അതിൽ നിന്നൊരു പീക്ക് ലെവലിൽ തന്നെ ആ ഒരു ക്ലൈമാക്സ് പോർഷൻ കൊണ്ടെത്തിക്കുന്നുണ്ട്. ആൻഡ് മെയിനായിട്ട് എടുത്ത് പറയേണ്ട കാര്യം ഈ ഒരു സിനിമയിലെ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. കാരണം ഈ ഒരു സ്റ്റോറി ഈ ഒരു ലെവലിൽ നമുക്ക് കാണുമ്പോൾ അത്ര എൻഗേജിങ് ആയിട്ടോ അല്ലെങ്കിൽ അത്ര ത്രില്ലിംഗ് ആയിട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന്റെ മെയിൻ റീസൺ ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് തന്നെയാണ്. നസ്രി ആയാലും ബേസി ആയാലും ദീപക് ആയാലും അല്ലെങ്കിൽ സിനിമയിൽ വന്നു പോകുന്ന എല്ലാവരും, ഒരുപാട് ഫാമിലീസ് ഞാൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ആ ഫാമിലീസുള്ള ക്യാരക്ടേഴ്സും എല്ലാവരും അടിപൊളിയായിട്ട് അവരുടെ ക്യാരക്ടർ എന്താണോ അല്ലെങ്കിൽ അവരുടെ ക്യാരക്ടറിലൂടെ എന്താണോ ഡയറക്ടർ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ പ്രോപ്പറായിട്ട്, അതും ചില ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ഒന്നും ഒരു രക്ഷയും കാണത്തില്ല കേട്ടോ. ചിലപ്പോൾ ചെറിയൊരു സ്ക്രീൻ ടൈം ആയിരിക്കും, അതുപോലെ അവർ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആൻഡ് ബേസിന്റെ ഒരു ക്യാരക്ടർ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ചെറിയൊരു ഗ്രേ ഷെയ്ഡ് ഉണ്ട്. നമ്മൾ ഇതുപോലത്തെ ഒരു ഷെയ്ഡ് ഇതിനു മുമ്പ് ചിലപ്പോൾ ജെ ഹെയിലും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിലെ കണ്ടിട്ടുണ്ടെങ്കിലും അതിനേക്കാളും കുറച്ച് പീക്കായിട്ട്, അതായത് ബേസിൽ എവിടെ നമ്മളെ ചിരിപ്പിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ ബേസിനെ കണ്ട രീതിയിലല്ല ബേസിന്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ ചിരി വരുന്ന അങ്ങനെയൊന്നുമല്ല. ബേസിൽ വേറൊരു ട്രാക്കിൽ ഒരു ഗ്രേ ഷെയ്ഡ് പിടിച്ച് അങ്ങനെ തന്നെ നിപ്പുണ്ട്. നമുക്ക് കണ്ടാലോ അല്ലെങ്കിൽ പുള്ളിക്കാരൻ ഡയലോഗൊക്കെ ചിരിയൊന്നും വരുന്നില്ല. പക്ഷെ അതൊക്കെ വരുന്ന ഒരു വേറൊരാളുണ്ട്, സിദ്ധാർത്ഥ് ഭരതൻ. എന്റെ മോനെ, പുള്ളിക്കാരൻ വരുന്ന സീക്വൻസ് ഒക്കെ പുള്ളിക്കാരൻ ഒറ്റയടിക്ക് സ്കോർ ചെയ്ത് പോയി. എന്ത് അടിപൊളി എന്ന് അറിയാമോ പുള്ളിക്കാരൻ്റെ ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ. ഒരു സീനിൽ പുള്ളിക്കാരൻ ചുമ്മാ അങ്ങ് നിൽക്കും, ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല, ഒരു എക്സ്പ്രഷൻ ഒരു ബോഡി ലാംഗ്വേജും ഉണ്ട്. നമുക്ക് ഭയങ്കര ഇതിൽ ചിരി വരും. പുള്ളിക്കാരൻ്റെ ഡയലോഗ് ഡെലിവറി ആയാലും ആ ഒരു എക്സ്പ്രഷൻസ് ആയാലും ചില സിറ്റുവേഷനിൽ പുള്ളിക്കാരൻ ഇങ്ങനെ കിളി പോയതിലൊക്കെ നിൽക്കും. എന്റെ മോനെ, ആ ഒരു ക്യാരക്ടർ വാസ് ലൈക്ക്
അടിപൊളിയായിരുന്നു. ആൻഡ് നസ്രിയ പിന്നെ പറയേണ്ട കാര്യമില്ല, പുള്ളിക്കാരി അടിച്ചു പൊളിച്ചിട്ടുണ്ട് സിനിമയിൽ. ആ ഒരു സിനിമയുടെ ടൈറ്റിൽ എന്താണോ അതിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രസന്റേഷനും പുള്ളിക്കാരി ചെറിയൊരു ഇൻവെസ്റ്റിഗേഷൻ പരിപാടിയൊക്കെ നടത്തുന്നുണ്ട്. അതൊക്കെ പൊളിയായിട്ട് തന്നെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് സിനിമയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുവാണെങ്കിൽ തന്നെ സിനിമാറ്റോഗ്രാഫി ആയാലും എഡിറ്റിംഗ് ആയാലും കളറിംഗ് ആയാലും സൗണ്ട് മിക്സ് ആയാലും എല്ലാം അടിപൊളിയായിരുന്നു. അത് എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ആൻഡ് എഡിറ്റിംഗ് അടിപൊളിയായിരുന്നു. കുറെ ജംപ് കട്ട്സും ഒരുപാട് കിടിലം വിഷ്വൽസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം നൈസ് ആയിരുന്നു. ഓവറോൾ പറയുകയാണെങ്കിൽ ഒരു കിടിലം ത്രില്ലർ മൂവി അതാണ് സൂക്ഷ്മദർശിനി. മറ്റാരും പറയുന്ന കേൾക്കാതെ അല്ലെങ്കിൽ സ്പോയിലറിന് കാത്ത് നിൽക്കാതെ നേരെ തന്നെ പോയി കണ്ടോ. അമ്മാതിരി കിടിലം തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി. അതിന്റെ ആവശ്യമുള്ള എല്ലാ എലമെന്റ്സും സിനിമയിലുണ്ട് കേട്ടോ. സിനിമയുടെ സ്റ്റാർട്ടിംഗ് തൊട്ട് ആ ഒരു എൻഡ് പോർഷൻ, അതായത് ആ ഒരു എൻഡ് കാർഡിട്ട് നിങ്ങൾ പുറത്ത് വരുന്ന വരെയുള്ള ഒരു സീക്വൻസ് അത്ര അടിപൊളിയാണ്. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. നല്ലൊരു കിട്ടിലെ മൂവിയാണ്. നിങ്ങൾ ധൈര്യമായിട്ട് പോയി ടിക്കറ്റ് എടുത്തോ. ഒരു അടിപൊളി വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു മൂവി. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.